നിന്നാണ് വിളിക്കുന്നേ? ദേ വരുന്നു. നിന്നേന്ന് വിടുമെന്ന് തോന്നില്ല. അവിടെ അല്ലടാ. ചുമ്മാ എന്താടാ ഞാൻ വിളിച്ചത് നിനക്ക് നിൽക്കാൻ പാടില്ലേ? ഡാ എന്നാ ഒന്ന് വന്നു നിന്നെ മാത്രം നോക്കിയിരിക്കുന്ന അച്ഛനെ കുറിച്ച് നീ ചിന്തിച്ചോ? എടാ എന്നോടൊന്നും മിണ്ടാൻ പോലും സമയമില്ല. നീ ഇത് എങ്ങോട്ടാ ഓടുന്നേ? രാഘവേട്ട എന്താ ഇത്? അതെ, ഇത് ഞാനും എന്റെ മോനും തമ്മിലുള്ള കാര്യങ്ങളാ. ഇത് അമ്മ കൈയെടുത്തേണ്ട കാര്യമില്ല കേട്ടോ. ഓ സത്യമേ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്താ നീ എന്താ വിളിച്ചേ? സത്യാമ്മ എന്നാ? ആഹാ, അങ്ങനെയാണെങ്കിലേ നീ രാഘവേട്ടന്ന് വിളിയടാ. വിളിയടാ അമ്മയെന്ന്. അമ്മയെന്ന് വിളിക്കാൻ. രാഘവ് സാറേ എന്തൊക്കെയാ പറയുന്നത്? പിള്ളേ താൻ വേണ്ടരുത്. ഇതേ ഞാനും എന്റെ ഭാര്യയും മോനും തമ്മിലുള്ള കാര്യങ്ങളാ. അതിനിടയ്ക്ക് താൻ സംസാരിക്കാൻ പാടില്ല കേട്ടോ. ശരി, വിളിയടാ അമ്മയെന്ന്. വിളിയടാ. അമ്മേ, അമ്മ പോയിക്കോ. ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് പോയിക്കോളാം. വാനോ? എങ്ങോട്ടേക്കാ? ഇനിയേ നീ എങ്ങോട്ടേക്കും പോകുന്നില്ല. എന്റെ അടുത്തേ നീ ഉണ്ടാവണം. നിന്നെ ഒരിടത്തോട്ടും ഞാൻ വിടത്തില്ല. കുറച്ചു ദിവസമായിട്ടേ നീ എന്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നതിന്റെ ശിക്ഷാന്ന് കരുതിയാ മതി. പിള്ളേ, ഇവൻ ഓടിയാ ഇവനെ വട്ടം പിടിച്ച് നിർത്തിയേക്കണം കേട്ടോ. ശരി, ഇങ്ങോട്ട് വേടാ. ഇങ്ങോട്ട് വരാ. എടാ നീ എപ്പോഴും അമ്മ പറയുന്നത് കേട്ടാ ശരിയാവത്തില്ല. കുറച്ചൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കണം. ഇന്നിപ്പൊ അവനെ വിടുമെന്ന് തോന്നില്ല. ഒന്നും പറയണ്ട സത്യാമ്മേ, രാഘവ് സാറിന് വിഷമാവൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പിള്ളേ? അവിടെ ഇനി സത്യമേ. അല്ല അമ്മേ, ഞാന് ശിവ ഇല്ലടോ പിള്ളേ, എന്റെ പഴയ ചട്ടമ്പിത്തരം ഇവൻ അറിയാൻ പാടില്ല. പോകാൻ പോയ ചെക്കനെ വിളിച്ചിരുത്തി ബാധിക്കുക. അല്ല, സഹിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. നീ ഒരിടത്തോട്ടും പോണ്ട. എനിക്ക് അയ്യോ ഇനി ഞാനടുത്ത്. മോളെ, ശിവനങ്കട് പുലിയാണ് കേട്ടോ. പുലിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഞങ്ങൾ സിംഹകുട്ടികളാ. ഇതാ കണ്ടോ പടപടാന്ന് കോയിൻ വീഴുന്നത്. നമുക്ക് കാണാം. കാണാം. എന്നാ പിടിച്ചോ. കണ്ടോ കണ്ടോ, ശിവനങ്കട് പുലിയാ. അയ്യോ കിട്ടിയില്ല. അതെ, ഞങ്ങള് പെണ്ണുങ്ങളും അത്ര മോശമൊന്നും അല്ല കേട്ടോ. ഇനി സത്യയുടെ ഉഴവാ. സത്യ കൂടി ഇട്ട് കഴിയുമ്പോ കളി ഞങ്ങൾ ലീഡ് ചെയ്യും. അത് കാണല്ലോ. അങ്കിളേ, സംഗതി കണ്ണ് കിട്ടിയതാ. കോയിൻ ഇടുന്നതാ ഇങ്ങനെയാ. അയ്യേ അയ്യേ
മക്കളെ നമ്മുടെ സൈഡ് വീക്കാണേ. ഇപ്പൊ ശരിയാക്കി തരാം. ആ എന്നാ നോക്ക്. ആ കോയും വീഴുന്നത് ഞാനിപ്പോ കാണിച്ചു കണ്ടോ. ഒന്ന് പോ. അയ്യോ. ഞാൻ കാണിച്ചുതരാം. ഉം. ആ വീഴുന്നേ അടുക്കളയില് പണിയൊന്നുമില്ലേ പൊന്നി? അല്ല അത് പിന്നെ പോയി ചായ എടുക്ക്. നിങ്ങക്ക് പഠിക്കാനൊന്നുമില്ലേ? പിള്ളച്ചേട്ടനും ഇവരുടെ കൂടെ കൂടി അല്ലേ? ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പോയി പഠിക്കാൻ നോക്ക്. പോ. ആ ചെല്ലു ചെല്ലു, ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചോളാം. പോയിരുന്ന് പഠിച്ചേട്ടെ. ആ. നല്ല രസായിരുന്നല്ലേ പപ്പി? അപ്പോഴത്തേക്ക് അമ്മ വന്നില്ലേ?